പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഒരു വാർത്ത മുംബൈ സിറ്റി എഫ്സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, നിലവിലെ ചാമ്പ്യൻസ് ആയിട്ടുള്ള മുംബൈ സിറ്റി എഫ്സിയുടെ ടീമിൽ നിന്നും പല പ്രധാന താരങ്ങളും ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡയാസ് ഉൾപ്പെടെയുള്ള പ്രധാന താരങ്ങളൊക്കെ ക്ലബ്ബ് വിട്ട് പോയത് കൊണ്ട് തന്നെ അടുത്ത സീസണിൽ മുംബൈ സിറ്റി എഫ്സി ടീമിൽ വമ്പൻ മാറ്റങ്ങളായിരിക്കും ഉണ്ടായേക്കുക. നിലവിൽ ടീമിലെ ചില യുവ താരങ്ങളുടെയും കോൺട്രാക്ട് അവസാനിക്കാറായിട്ടുണ്ട്. ആ താരങ്ങളും ക്ലബ്ബ് വിട്ട് പോകുമെന്നുള്ള കാര്യം മുംബൈ സിറ്റി എഫ്സി തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. ടീമിലെ 7 താരങ്ങൾ മുംബൈ സിറ്റി എഫ്സി ക്ലബ്ബ് വിടുമെന്നുള്ളത് ക്ലബ്ബ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. ജേക്കബ് വോജിദസ്, ഗുർകിരാജ് സിംഗ്, മുഹമ്മദ് നവാസ്, ഭാസ്കർ റോയ്, റൗളിൻ ബോർഗസ്, ടൊണ്ടോംബ സിംഗ്, നവോച്ച സിംഗ് എന്നീ പ്ലേയേഴ്സൊക്കെയാണ് ക്ലബ്ബ് വിട്ടിട്ടുള്ളത്. ഇതിൽ നവോച്ച സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞുപോയ സീസണിൽ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു നവോച്ച സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടുത്ത സീസണിൽ മുംബൈ സിറ്റി എഫ്സി ടീമിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമറിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ശക്തമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൂമർ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ആ ഒരു അപ്ഡേറ്റ് ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സ്വീഡിഷ് താരമായിട്ടുള്ള മാഗ്നസ് എറിക്സൺ എന്ന താരത്തിനെ സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് താല്പര്യമുണ്ട് എന്നതാണ്. നല്ല പരിചയസമ്പത്തുള്ള ഒരു പ്ലെയർ കൂടിയാണ് മാഗ്നസ് എറിക്സൺ. നിലവിൽ 34 വയസ്സ് പ്രായം വരുന്ന താരം മിഡ്ഫീൽഡർ കൂടിയാണ്. സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടാണ് ഈ ഒരു താരം കൂടുതലും കളിക്കാറുള്ളത്. മാത്രമല്ല, ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയിൽ ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായിട്ട് 47% കാണിക്കുന്നുണ്ട്. നിരവധി ഗോളുകളൊക്കെ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ കൂടിയാണ് മാഗ്നസ് എറിക്സൺ. ഇദ്ദേഹത്തെ പോലത്തെ മികച്ച ഒരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് എന്തുകൊണ്ടും വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഇത്രമാത്രം എക്സ്പീരിയൻസ് ആയുള്ള ഒരു പ്ലെയറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് ആവശ്യമുണ്ട്. അടുത്തൊരു വാർത്ത സ്പാനിഷ് താരമായുള്ള തിരിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ IFTWC റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തിരിയുടെ കോൺട്രാക്ട് പുതുക്കാൻ ഒരുങ്ങുകയാണ് മുംബൈ സിറ്റി എഫ്സി. തിരിക്ക് 2 ISL ടീമുകളിൽ നിന്ന് ഓഫറുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് മുംബൈ സിറ്റി എഫ്സി താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കിയേക്കുമെന്നാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.